ഉണർത്തിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ദലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആദർശം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആദർശമാണെന്ന് നബിയുനാ ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല മൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാന വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്ര ഗൗരവമുള്ള വിഷയമാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായി ഏറ്റവും ഗൗരവത്തോടു കൂടി വിശദീകരിച്ച വിഷയം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് മക്കി കാലഘട്ടം, രണ്ട് മദനി കാലഘട്ടം. 25 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, 23 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ജീവിതമാണ് നയിച്ചത്. അതിൽ ആദ്യ 13 വർഷം 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത് മക്കയിലാണ്, 10 വർഷം മദീനയിൽ. എന്നാൽ മക്ക ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് രണ്ട് വിഷയങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ഒന്നാമതായി പറഞ്ഞത് ഏകദൈവാരാധനയാണ്, തൗഹീദാണ്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പരലോക വിശ്വാസമാണ്. പിന്നീടാണ് മദീന ജീവിത കാലഘട്ടത്തിലാണ് ലഹരിക്കെതിരെയുള്ള ആയത്തുകൾ, ചൂതാട്ടത്തിനെതിരെയുള്ള ആയത്തുകൾ, പലിശക്കെതിരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഉംറ പോലെയുള്ള ആരാധനകളെ കുറിച്ചുള്ള വഹീകൾ മദീന ജീവിതത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ 13 വർഷക്കാലം മക്കയുടെ മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം ഇസ്ലാമിന്റെ അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത്. ആദ്യമായി പരസ്യ പ്രബോധനം നിർവഹിക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടാകുകയാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ. പ്രവാചകരെ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്കെല്ലാം താങ്കൾ താക്കീത് നൽകണേ, മുന്നറിയിപ്പ് നൽകണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്റെ മുകളിൽ ഓടിക്കയറുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. അവരെല്ലാവരും ഒത്തുകൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, ഏകദൈവാരാധന നിങ്ങൾ അംഗീകരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് വിജയം കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാൻ സാധ്യമായി തീരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശം പറയുന്നതോടെ അൽ അമീൻ എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന അതേ നാവുകൾ കൊണ്ട് തന്നെ ആളുകൾ പ്രവാചകനെ ആക്ഷേപിക്കുകയാണ്, പ്രവാചകനെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബ് ആ സംഘത്തിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി തൗഹീദ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് അനാഥനായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവാചകന് സംരക്ഷണം നൽകേണ്ട അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശാപവാക്കുകൾ ഉരുവിടുകയാണ്. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നീ നശിച്ചു പോകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ആ സന്ദർഭത്തിൽ അതേ നാണയത്തിൽ അല്ലാഹു തിരിച്ചടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കുകയാണ്, അധ്യായം അവതരിപ്പിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. അബൂ ലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പാദ്യമോ അവന്റെ സന്താനങ്ങളോ
അവന്റെ ധനമോ അവന് ഉപകാരം ചെയ്യുകയില്ല. ആളിക്കത്തുന്ന തീജ്വാലയിൽ അവൻ കടന്നുരുകേണ്ടി വരും, എന്തുരുകേണ്ടി വരും. അള്ളാഹുവിന്റെ ശാപവാക്കുകൾ ഇറങ്ങുകയാണ്. അബൂലഹബിന്റെ മേൽ അള്ളാഹുവിന്റെ ലഅനത്ത് ഇറങ്ങുകയാണ്. പിന്നീടുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയും. വസൂരി കൊണ്ട് മാരകമായ രോഗം ബാധിക്കുകയാണ്. അങ്ങനെ നീറി മരണപ്പെടുകയാണ്. 4 ആൺമക്കളുണ്ടായിരുന്നു അബൂലഹബിന്. എന്നാൽ കുടികുത്തി കുടിച്ചിടല്ല മനസ്സുപോലും ആ മക്കൾക്കുണ്ടായില്ല. അദ്ദേഹം ധനാഢ്യനായിരുന്നു. ധാരാളക്കണക്കിന് അനുയായികളുള്ള ഒരു വലിയ നേതാവായിരുന്നു. പക്ഷെ ആരും പിന്നീട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞത് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാളികൾ ഉണ്ടാകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയാണ്. പ്രവാചകനെതിരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ്. ബഹിഷ്കരണം ഏർപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ വെച്ച് പല അനുചരന്മാരെയും അതിക്രൂരമായി മർദ്ദിക്കുകയാണ്, അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഇങ്ങനെ നിരന്തരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ആക്രമണങ്ങളും ഒക്കെ അവർ അഴിച്ചുവിടുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആശയം പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സന്ദേശം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുത്തത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് എല്ലാ മനുഷ്യരും. ഈ ആദർശം സ്വീകരിക്കാതെ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും ആരുടെ മണ്ണിലേക്ക് യാത്രയായാൽ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് അവർ ഭീകരമായ നരകത്തിന് ഇന്ധനങ്ങളായി മാറേണ്ടി വരും. അതുകൊണ്ട് എന്തു പ്രയാസം സഹിക്കേണ്ടി വന്നാലും ഈ ആശയം പ്രബോധനം ചെയ്യൽ എന്റെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലെത്തി ദീർഘദൂരം സഞ്ചരിച്ച് മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം താണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലെത്തി അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. പ്രവാചകന്റെ തിരുശരീരത്തിൽ മുറിവുണ്ടായി, രക്തമൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറഞ്ഞയക്കുകയാണ്. അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് പ്രവാചകൻ ഭയപ്പെടുകയാണ്. ആ ജനതയിലേക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എന്നെ കല്ലെറിഞ്ഞ് എന്നെ വേദനിപ്പിച്ച ആ ജനതക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് നീ നേർവഴി കാണിച്ചു കൊടുക്കണമേ. ഫഇന്നഹും ലാ യഅലമൂൻ. തീർച്ചയായും അവർ അറിവില്ലാത്തവരാണ്. തീർച്ചയായും അറിവില്ലാത്തവരാണ്. ഞാൻ എന്തിനാണ് അവരോട് ഈ കാര്യം പറഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ രക്ഷകനായിട്ടാണ് ഞാൻ കടന്നു വന്നത് എന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ഹ്ദിനി ഖൗമീ, എന്റെ ജനതക്ക് അല്ലാഹുവേ നീ ഹിദായത്ത് നൽകണമേ, നീ സന്മാർഗം കാണിച്ചു കൊടുക്കണമേ, തൗഹീദിന്റെ മാർഗത്തിലേക്ക് അവരെത്തിക്കണമേ. ഇങ്ങനെ നിരന്തരമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ എല്ലാം ഏൽക്കേണ്ടി വരുമ്പോഴും ഹബീബായ നേതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേവലം 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത സുന്ദരമായ മനോഹരമായ മാതൃകായോഗ്യമായ ഒരു സമൂഹമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റുകയാണ്. തൗഹീദുള്ള ആളുകളാക്കി മാറ്റുകയാണ്. മരിച്ചുപോയ ആളുകളെ വിളിച്ചു തേടിയിരുന്ന അവസ്ഥയിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിച്ച അവസ്ഥയിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദ് സ്വീകരിക്കാൻ, ഈ തൗഹീദുള്ള ആളുകളാക്കി മാറ്റാൻ അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി.
ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിച്ചു. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ധാരാളക്കണക്കിന് സാധുക്കളായ മനുഷ്യർ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഭാഗ്യം ലഭിക്കാതെ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഏകദൈവ ആരാധന വിശദീകരിച്ചു കൊടുക്കേണ്ട, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ട, പരലോകത്ത് അവരുടെ രക്ഷകരായി കടന്നു വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയുമാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രവർത്തനം ഇല്ലാതെ പോയാൽ, പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ പുറകോട്ട് പോയാൽ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആലു ഇംറാനിന്റെ 104-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മയിലേക്ക് വിളിക്കുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. ഈ ദൗത്യം നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആ പ്രവർത്തനം, അതിൽ പങ്കാളികളാകുന്ന ആളുകൾക്കാണ് പരലോക വിജയമുള്ളത്, സ്വർഗമുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടണമെങ്കിൽ തൗഹീദ് ഉൾക്കൊണ്ടാൽ മാത്രം പോരാ. ആ തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തിയാൽ അവൻ ബഹുദൈവാരാധകനായി മാറും എന്ന് കൃത്യമായി പ്രമാണങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് തേടിയാൽ, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരോട് നമ്മൾ വിളിച്ചു തേടിയാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുക പോലുമില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ്, എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ ആ തേട്ടം അവർ കേൾക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാർക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് യാതൊരു ഉത്തരവും നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആരാണ് അല്ലാഹു എന്ന് കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ അല്ലാഹു പറഞ്ഞു തന്നതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ, അങ്ങനെ റബ്ബിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇലാഹിനെ കുറിച്ച് അവൻ ആലോചന കടന്നു വരികയില്ല. റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ജാലങ്ങളും ആളുകൾ കയറി ഇറങ്ങുന്നത്, പല ദൈവങ്ങളെയും ആളുകൾ സമീപിക്കുന്നത്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവിനെ അറിയേണ്ട രൂപത്തിൽ അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിലൂടെ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ്. അല്ലാഹുവിനെ പറ്റി ആരെങ്കിലും സംശയം ചോദിച്ചാൽ അവർക്ക് വളരെ ചുരുങ്ങിയ കാര്യത്തിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്നി ഖരീബ്,
തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്നും ജനങ്ങളെ പഠിപ്പിക്കണം. ഇദാ ദഅാൻ, എന്നോട് മാത്രമാണ് തേടുന്നതെങ്കിൽ, എന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. സൂറ ഖാഫിലൂടെ അല്ലാഹു വീണ്ടും പരിചയപ്പെടുത്തുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യർ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ഠനാഡിയേക്കാൾ അവരുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവനാഡിയേക്കാൾ, നമ്മുടെ കണ്ഠനാഡിയേക്കാൾ നമ്മളുമായി അടുത്തു നിൽക്കുന്നവനാണ് അള്ളാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഇത്രമാത്രം നമ്മുടെ സമീപത്തുള്ള, നമ്മുടെ ഹൃദയത്തിലെ മന്ത്രങ്ങൾ വരെ, നമ്മുടെ ആഗ്രഹങ്ങൾ വരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന ആ റബ്ബിലേക്ക് അടുക്കാൻ എന്തിനാണ് നമുക്ക് ജാരങ്ങൾ, എന്തിനാണ് നമുക്ക് മരിച്ചുപോയ മനുഷ്യർ, എന്തിനാണ് നമുക്ക് വിഗ്രഹങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തി മരിച്ചുപോയ ആളുകൾ കേൾക്കുക പോലുമില്ലെന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ടല്ല അവർ ഉത്തരം നൽകുന്നത്. മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് തേടിയാൽ അവർ കേൾക്കുകയില്ല. വിഗ്രഹങ്ങൾ പോട്ടെ, മനുഷ്യർ, അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ പരിമിതമായ ആ ശേഷികൾ, ആ കഴിവുകൾ നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് കാണാനുള്ള കഴിവുണ്ട്. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും നമുക്ക് പരസ്പരവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പരിമിതമായ ഈ കഴിവ് നമ്മുടെ മരണത്തോടെ അവസാനിക്കുകയാണ്. പിന്നീട് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആളുകളെ കാണാൻ കഴിയില്ല, നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹു നമുക്ക് കേൾവി ശക്തി നൽകി. എന്നാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കഴിവും അസ്തമിക്കുകയാണ്, നഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യാഥാർത്ഥ്യം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 35-ാം അധ്യായം സൂറ ഫാത്തിറിന്റെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്താർക്കും തർക്കമില്ലാത്ത, ഇന്നേ വരെ ആർക്കും ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത 3 കാര്യങ്ങൾ ആദ്യം അല്ലാഹു പറയുകയാണ്. ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവരും ഒരുപോലെയല്ല. ലോകത്താർക്കും തർക്കമുണ്ടോ? കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെയല്ല. രണ്ടാമതായി അല്ലാഹു പറയുന്നു വലദ്ദുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ല. വലദ്ദില്ലു വലൽ ഹറൂർ, തണലും വെയിലും ഒരുപോലെയല്ല. ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത 3 കാര്യങ്ങൾ, ഇവയൊന്നും ഒരുപോലെയല്ലെന്ന് പറഞ്ഞതിന് ശേഷം ആളുകൾക്കിടയിൽ തർക്കമുള്ള ഒരു വിഷയം അല്ലാഹു കൊണ്ടുവരികയാണ്. ഏതാണ് ആ വിഷയം? വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ഇത് പഠിപ്പിക്കാനാണ് ആദ്യ തർക്കമില്ലാത്ത 3 കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതെങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത് അതുപോലെയാണ് ഇതും. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. അവസാനം അല്ലാഹു പ്രവാചകനോട് പറയുകയാണ് വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കളെ കൊണ്ട് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്ത കാര്യം പിന്നെ നമ്മളെ കൊണ്ട് കഴിയുക? ഖബറിലുള്ള ഒരു മനുഷ്യനെ കേൾപ്പിക്കാൻ വമാ അൻത ബിമുസ്മിഇൻ, പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് അല്ലാഹു ആണയിട്ടുകൊണ്ട് പ്രവാചകനോട് പറയുന്നു ഇന്നക ലാ തുസ്മിഉൽ മൗതാ, തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. ഖബറാളികളെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. ഇത് നമ്മൾ ആദ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇന്ന് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ 6 അടി മണ്ണിലാക്കിയതിനു ശേഷവും
മുകളിൽ നിന്നും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നീക്കാനും അവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആരുടെ മണ്ണിലാക്കിയതിനു ശേഷം അവർക്ക് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമുക്ക് കാണാൻ കഴിയും. തലഭാഗത്തിരുന്നു കൊണ്ട് അവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. ആ മയ്യത്തിനെ ഭയപ്പെടുത്തുകയാണ്. ആ മലക്ക് മയ്യത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരാനിരിക്കുന്ന മലക്കുകൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഭീകരന്മാരായ രണ്ട് മലക്കുകൾ നിന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? വമൻ നബിയുക, നിന്റെ പ്രവാചകൻ ആരാണ്? വമാ ദീനുക, നിന്റെ മതമേതായിരുന്നു? വമാ ഇമാമുക, നിന്റെ ഇമാം ഏതായിരുന്നു? ഉത്തരം പറയേണ്ടത് അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി ഇസ്ലാമു ദീനി ഖുർആനു ഇമാമി. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നീ പറയേണ്ടത്. ക്ലാസ് എടുത്തു കൊടുക്കാൻ അറബിയിൽ. അതിനാണ് തെൽക്കീൻ ചൊല്ലി കൊടുക്കുക എന്ന് പറയുന്നത്. മരിച്ച മയ്യത്തിനാണ്. അവിടെ കൂടിയ ആളുകൾക്കുള്ള നസീഹത്തല്ല. ആ ആരുടെ മണ്ണിലായ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളൊക്കെ പോവാണ്, നിന്റെ അടുക്കലേക്ക് ഇപ്പോൾ ആര് വരും? മലക്കുകൾ വരും. എന്നിട്ട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം എന്ന് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല, ചിലയിടങ്ങളിൽ ഈ മയ്യത്തിന്റെ മുഖഭാഗത്ത് ഒരു ശീലയിൽ ഈ 4 ചോദ്യങ്ങളും ഈ 4 ഉത്തരങ്ങളും എഴുതി വെക്കാറുണ്ട്. എന്തിനാണത്? പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ചെറിയ തുണ്ട് കടലാസിൽ ചില കാര്യങ്ങൾക്ക് എഴുതി പോകാറുണ്ട്. എന്തിനാണത്? കോപ്പിയടിക്കാൻ. ഉസ്താദുമാര് കോപ്പിയടിക്കാനുള്ള സംവിധാനം വിട്ടുകൊടുക്കുകയാണ്. അതിന്റെ പേരാണ് മുഖത്തെഴുത്ത്. എന്റെ നാട്ടിൽ അതുകൊണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മണ്ണാർക്കാടൊക്കെ അതുണ്ട്, പാലക്കാട് ജില്ലയിൽ. മുഖത്തെഴുത്ത് എന്നാണ് അതിന് പറയാം. ബേജാറോടുകൂടി ആളുകൾ ചോദിക്കും, മുഖത്തെഴുത്തിട്ടോ? കല്ലക്കെട്ടും മണ്ണക്കെട്ടും മൂടുന്ന സമയത്ത് അതിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ വീട്ടുകാർക്ക് നല്ല റാഹത്തായി. കാരണം ഈ മലക്ക് ചോദിക്കുമ്പോ അങ്ങനെ ബൊബ്ബ പഠിക്കുകയാണെങ്കിലും എന്ത് ചെയ്താൽ മതി? തലഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്, കണ്ണിന് മുഖത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട്. അതിന് പേരാണ് മുഖത്തെഴുത്ത്. സാധുക്കളായ ആളുകൾ ഇവരുടെ വേഷവും ഇവരുടെ കോലവും ഒക്കെ കണ്ട് ഇവർ കള്ളം പറയുകയില്ല, വഞ്ചിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. പ്രമാണങ്ങളുമായി ബന്ധമില്ല, ആയത്തുകളും ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിപ്പിക്കുന്ന സംവിധാനങ്ങളില്ല. അവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ മാത്രം ഖുർആനിന്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിച്ചാൽ മതി. ബാക്കി പണ്ഡിതന്മാർ പറയുന്നത് പോലെ എങ്കിലേ അവിടെ കീശ വീർപ്പിക്കാൻ പറ്റുള്ളൂ. ഈ രൂപത്തിൽ സാധുക്കളായ പാവപ്പെട്ട മനുഷ്യരെ ശിർക്കിൽ തളച്ചിടാൻ ബോധപൂർവം ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ആയത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ സുന്ദരമായ ആശയത്തെ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ ദഅവത്ത് എന്ന് പറയുന്നത്. ഈ അടുത്ത് ഒരു വൈറലായ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അവന് ഷർട്ടൊന്നും ഇടാതെ അവന്റെ വാഹനം കഴുകി വൃത്തിയാക്കുകയാണ്. അതിനിടയിലാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊരു കുട്ടി വീണ വിവരം ഫോണിലൂടെ ഒരാൾ അറിയിക്കുന്നത്. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഷർട്ട് എടുത്തിടാനുള്ള സമയം പോലും എടുക്കാതെ നേരെ വാഹനത്തിലേക്ക് ചാടിക്കയറി വണ്ടിയെടുത്ത കുട്ടിയെയും കൊണ്ടുപോയി ആശുപത്രിയിലെത്തി സ്ട്രക്ചറിൽ വെച്ച് അവരെ വലിച്ചോടുകയാണ്. കുപ്പായമിടാതെ ആ ആശുപത്രിയിൽ നൂറുകണക്കിന് മനുഷ്യർക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഓടി നടക്കുന്ന വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. ആളുകളൊക്കെ അവരെ അഭിനന്ദിച്ചു. ഒരു വലിയ രക്ഷാപ്രവർത്തനമാണ്, കാരുണ്യ പ്രവർത്തനമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ആളിക്കത്തുന്ന ഭീകരമായ നരകത്തിന്റെ വിറകുകളായി മാറാൻ സാധ്യതയുള്ള മനുഷ്യരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക്, സംസ്കാരത്തിന്റെ വഴിത്താരയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം ആ കാരുണ്യ പ്രവർത്തനങ്ങളെക്കാൾ മികച്ച പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറിവിളികൾ കേൾക്കുമ്പോഴും കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോഴും ആട്ടിയോടിക്കപ്പെട്ടപ്പോഴും ആ ജനതയോട് സ്നേഹത്തോടെ മാന്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഒറ്റയ്ക്കിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന് കൃത്യമായി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഇനി വിശുദ്ധ ഖുർആനിൽ 70ഓളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ 70ഓളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ച, സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ച, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാൻ കഴിയും. ഓരോ പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പിയാക്കന്മാർക്കും അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സന്താന സൗഭാഗ്യം ലഭിക്കാതെ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കന്മാർ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അവർക്കുള്ള അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളെ അള്ളാഹു വിശദീകരിച്ചു തരുന്നു. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ റബ്ബിനോട് മാത്രമാണ് അവർ തേടിയത് എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ആത്മമിത്രമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്താന സൗഭാഗ്യം നൽകാതെ ദീർഘകാലം അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ആ പരീക്ഷണ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാ തേടിയത്? എന്താണ് പ്രാർത്ഥിച്ചത്? ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിന്റെ 100-ാം വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്കു നീ പ്രദാനം ചെയ്യണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിഞ്ഞു, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പിന്നിട്ടു, പക്ഷേ മക്കളില്ല. അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ എനിക്കു നീ പ്രദാനം ചെയ്യണമേ. ഇതേ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം കൂടി അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 19-ാം അധ്യായം സൂറ മറിയമിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സങ്കടങ്ങൾ, തന്റെ മനോവേദനകൾ റബ്ബിന്റെ മുമ്പിൽ പങ്കുവെക്കുന്ന രംഗം അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്, റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, റബ്ബേ എന്റെ എല്ലുകളെല്ലാം ദുർബലമായി, വസ്തഗല റൗസു ശൈബാ, മുടിയാണെങ്കിൽ നരച്ചു തിളങ്ങുന്ന അവസ്ഥയും എത്തി. എപ്പോഴാ എല്ലുകൾക്ക് ബലം കുറയാം? വയസ്സാകുമ്പോൾ. ചെറിയ കുട്ടികളാകുമ്പോ അത്ര വലിയ ബലമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തുമ്പോ നല്ല സ്ട്രോങ് ആവും, നല്ല ബലമുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പ്രായാധിക്യത്താൽ അങ്ങേ അറ്റത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വീണ്ടും കൊച്ചുകുട്ടികളെ പോലെ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മനുഷ്യർ മാറും. എനിക്ക് അങ്ങേയറ്റം വയസ്സായി എന്നാണ് റബ്ബിനോട് പറയുന്നത്. റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, എന്റെ എല്ലുകളെല്ലാം ദുർബലമായി റബ്ബേ, വസ്തഗല റൗസു ശൈബ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഏകദേശം ആ പ്രായമുണ്ട്. എന്നാൽ ഭാര്യയ്ക്കുള്ള മറ്റൊരു പ്രയാസം അല്ലാഹുവിനോട് പറയുകയാണ്. അന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകുകയില്ല, പ്രസവിക്കുകയില്ല, അങ്ങനെയുള്ള അസുഖമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ, ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് അന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, വകാനത് ഇംറാഅതി ആകിറാ, അല്ലാഹുവേ എന്റെ ഭാര്യ ആകിറയാണ്, എന്റെ ഭാര്യ പ്രസവിക്കാത്ത അസുഖമുള്ള ആളാണ്. ഇങ്ങനെയാണ് എന്നെയും എന്റെ ഭാര്യയുടെയും അവസ്ഥയെങ്കിലും അല്ലാഹുവേ ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല, ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അല്ലാഹു ഉത്തരം നൽകിയോ? ഇല്ലേ? ഉത്തരം നൽകി. സൂറ മറിയമിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും, യാ സക്കരിയ, അല്ലാഹു സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിക്കുകയാണ്, യാ സക്കരിയ, ഹോ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഉലാ, നിനക്കിതാ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാവണേ. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നത്. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആരെല്ലാം നൽകി? ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാത്തു വസ്സലാം, രണ്ട് അമ്പിയാക്കന്മാരായ മക്കളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തത്. എന്തിനാണ് അല്ലാഹു മക്കളെ നൽകാതിരുന്നത്? അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണ ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും എന്ന് പരിശോധിക്കാനാണ്. എന്തിനാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വഴികാട്ടിയായി, മാർഗദർശനമായി, ജീവിത രേഖയായി അല്ലാഹു അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ
എന്തിനാണ് ഈ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണവും ആ പരീക്ഷണ ഘട്ടത്തിൽ അവർ അല്ലാഹുവിനോട് തേടിയതും അവർക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയതും എന്തിനാ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്? അങ്ങേ അറ്റത്തേക്ക് എത്തിയാലും അതുവരെയും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ നിരന്തരമായ റബ്ബിലേക്ക് പ്രാർത്ഥനകളിലൂടെ അടുക്കാൻ നമുക്ക് സാധ്യമായാൽ അല്ലാഹു നമ്മളെ കൈവിടുകയില്ല. സക്കറിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായ പ്രതീക്ഷ പോലെ പ്രതീക്ഷയുണ്ടാകണം. വലമകും ബിദുആഇക റബ്ബി ശഖിയ, ഇന്നേവരെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യപ്പെട്ടവനായിട്ടില്ല. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കന്മാർ, മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 500-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ. 500 തൊഴിലാളികൾ ഇങ്ങനെ വന്ന് മുതലാളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൂലി വാങ്ങി പോകുന്നത് എത്ര വലിയ മുതലാളിയാണ്, എത്ര വലിയ സമ്പന്നനാണ്. ധാരാളക്കണക്കിന് മനുഷ്യർക്ക് സ്വതക്ക കൊടുത്തിരുന്നു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ ആ അതിസമ്പന്നനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. മാരകമായ രോഗം നൽകി പരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ദുർബലമായി വരികയാണ്, കുറഞ്ഞു വരികയാണ്, അതിദാരിദ്ര്യത്തിലേക്ക് എത്തുകയാണ്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മക്കളോ കുടുംബാംഗങ്ങളോ അയൽക്കാരോ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ മാത്രമാണ് കുട്ടിനുള്ളത്. ആ രോഗശൈലിയിൽ വർഷങ്ങളോളം കിടപ്പിലായ പ്രവാചകൻ ആ രോഗശൈലിയിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട്, തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് അയ്യൂബ് നബി ദുആ ചെയ്തത്? അന്നീ മസ്സനിയൽ റബ്ബേ, എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനല്ലയോ. ഇതാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. താങ്കൾ അല്ലാഹുവേ, നിങ്ങൾ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണല്ലോ. റബ്ബേ, എനിക്ക് നീ ശിഫ നൽകണമേ. തുടർന്നുള്ള വചനങ്ങളിൽ ആ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ ഇജാബത്താണ് അല്ലാഹു പറയുന്നത്. ആ പ്രവാചകൻ അല്ലാഹു ശിഫ നൽകുകയും വീണ്ടും സന്താനങ്ങളെയും കൂട്ടുകാരെയും സ്വന്തക്കാരെയും സമ്പത്തുമെല്ലാം അല്ലാഹു വീണ്ടും ആ പ്രവാചകന് സമ്മാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് വിലക്കപ്പെട്ട ഫലം കഴിച്ചതിന്റെ പേരിൽ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. തന്റെ ഭാഗത്ത് വന്ന ദുൽമ ബോധ്യമായപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, പാപമോചന തേട്ടം നടത്തുകയാണ്. അതും ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബനാ വലന്നാ അൻഫുസനാ, റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ. ആരോടാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തത്? അല്ലാഹുവിനോട്. ആരാണ് ആ വാചകങ്ങൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തത്? റബ്ബ്. ഫതലഖാ ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിക്കുകയാണ്. ആ കലിമാത്തുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിക്കുന്ന റബ്ബിഹി, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബിൽ നിന്നാണ്. ആ കലിമാത്തുകൾ കൊണ്ടാണ്, റബ്ബിൽ നിന്നും ലഭിച്ച കലിമാത്തുകൾ കൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പദങ്ങളെല്ലാം റബ്ബാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കൃത്യമായി ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സ്വർഗാവകാശികൾക്ക് ഉദാഹരണമായി പരിചയപ്പെടുത്തിയത് 2 വനിതകളെയാണ്, 2 ബീവിമാരെയാണ്. അതിൽ ഒരാളാണ് ആസിയ ബിൻത് മുസാഹിൻ റളിയല്ലാഹു തആല അൻഹ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ ഫലമായി കൊണ്ട്
പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ മലർത്തി കിടത്തി ശരീരത്തിന്റെ മർമ്മസ്ഥാനങ്ങളിലൂടെ ഇരുമ്പ് ദണ്ഡുകൾ അടിച്ചു താഴ്ത്തി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഫറോവയും കൂട്ടാളികളും. ആ സമയത്ത് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്യുകയാണ്. 66-ാം അധ്യായം സൂറ തഹരീമിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, റബ്ബി ബിർലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ ഒരു മൂലയിൽ നീ എനിക്കൊരു കുഞ്ഞു വീടുണ്ടാക്കി തരണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനതയുടെ ഈ അക്രമത്തിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണമേ. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവർ പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തിയ ബീവിമാർ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട ധാരാളക്കണക്കിന് പ്രാർത്ഥിക്കേണ്ട ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു. നൂറുകണക്കിന് പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. ആ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകിൽ അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലെങ്കിൽ റബ്ബി, എന്റെ രക്ഷിതാവേ. ഇങ്ങനെ അല്ലാഹുവിനോടുള്ള തേട്ടമല്ലാത്ത മറ്റൊരു തേട്ടവും ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ 117-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ. അല്ലാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളോട് മറ്റു ശക്തികളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ലാ ബുർഹാന ലഹു ബിഹി. അവിടെ വാദത്തിന്, അവിടെ ആ പ്രവർത്തനത്തിന്, അവിടെ ആ വിശ്വാസത്തിന് യാതൊരു തെളിവും തന്നെയില്ല. ആരാ പറയുന്നത്? അല്ലാഹുവല്ലാത്ത ആളുകളോട് തേടുന്നതിന് തെളിവില്ലെന്ന് പ്രപഞ്ചനാഥൻ പറയുകയാണ്. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി. തീർച്ചയായും അവിടെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. സത്യനിഷേധികളായ ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അല്ലാഹുവല്ലാത്തവരോട് തേടുന്ന ആളുകൾക്ക് അവരുടെ ആ വിശ്വാസത്തിലും വാദത്തിലും സത്യത്തിൽ എന്തില്ല? ലാ ബുർഹാന ലഹു ബിഹി. അവർക്ക് ബുർഹാനില്ല, അവർക്ക് തെളിവില്ല. എന്നാൽ ഈ ഖുർആനിന്റെ അനുയായികൾ അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് തേടാൻ തെളിവ് കടഞ്ഞുണ്ടാക്കുകയാണ്, വളച്ചൊടിക്കുകയാണ്. ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് സാധുക്കളായ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിങ്ങൾ ഔലിയാക്കന്മാരോട് തേടിക്കോളൂ, അമ്പിയാക്കന്മാരോട് തേടിക്കോളൂ, ബദരീങ്ങളോടും മുഹ്ദിങ്ങളോടും ഒക്കെ നിങ്ങൾ തേടിക്കോളൂ. പരിശുദ്ധ റമദാനിൽ പോലും അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളിലൂടെ വരെ ബദരീങ്ങളോട് തേടാനുള്ള ആഹ്വാനം നമുക്ക് കേൾക്കാൻ കഴിയും. ബദർമാല ഇങ്ങനെ ആലപിക്കാറുണ്ട്. റമദാൻ 17-നൊക്കെ 17 രാവിനും വലിയ ഭക്തിയോടെ വലിയ ഈണത്തിലും രാഗത്തിലുമൊക്കെ ബദർമാല ആലപിക്ക് നമുക്ക് കേൾക്കാൻ കഴിയും. എന്താണ് അവർ പറയുന്നത്? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്ര ശുഹദാ. ജീവിതത്തിൽ ദുരിതങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ? നിങ്ങൾ ഉടൻ തന്നെ ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചു തേടിക്കോ. ആരോട് തേടാനാ പറയുന്നത്? യാ അഹ്ല ബദ്ര ശുഹദാ. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് നിങ്ങൾ വിളിച്ചു തേടിക്കോ. അങ്ങനെ ബദരീങ്ങളോട് തേടാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കുത്തുബിയ്യത്ത് നടത്തുന്ന ആളുകൾ, മുഹീദ്ദീമാല ആലപിക്കുന്ന ആളുകൾ, അവരാരും പറഞ്ഞിട്ടില്ലാത്ത, അവർക്കാർക്കുമില്ലാത്ത ആദർശം, അവർ പറഞ്ഞ ആദർശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ അവരുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി പാവപ്പെട്ട മനുഷ്യരെ നരകത്തിന്റെ വിറകുകളാക്കി മാറ്റാൻ ബോധപൂർവം ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹീദ്ദീമാരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ആരെന്നെ വിളിച്ചാലും അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി അവർ ഞാൻ ഉത്തരം നൽകും. ആ വരികളുടെ അവസാനത്തിൽ എന്തുണ്ട്?
ഒരു ഓവറുണ്ട്, അത് കറക്റ്റാണ്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കണ്ണുകൊണ്ട് കണ്ടതുപോലെ എന്തെയും ശൈഖ് അവറുകൾ പറയുന്നതാണ്. എവിടെ കടന്നിട്ട് കാണും? എവിടെ കടന്നിട്ട് കാണും? കണ്ണിൽ കാണാത്തത് നമ്മുടെയൊക്കെ ഹൃദയത്തിനുള്ളിലുള്ളത്. മുഹീദ്ദീൻ ശൈഖിന്റെ കബറിടം എവിടെയുള്ളതെന്ന് അറിയാം? ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിലാണ് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ കബറിടമുള്ളത്. അപ്പൊ നമ്മളവിടുന്ന് നദവത്ത് നഗർ എന്ന് വിളിച്ചാൽ ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിലെ ഒരു ഖബറിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ശൈഖ് അവറുകൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു കാണാൻ കഴിയും. എത്ര തെളിവോടെ കാണാൻ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അത്രയും ക്ലിയർ ആയിട്ട് ശൈഖ് അവറുകൾക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കാര്യങ്ങൾ അറിയുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്. ഇങ്ങനെ ഖുർആൻ കൃത്യമായി വ്യക്തമായി സംശയത്തിന് ഇടവരാത്ത രൂപത്തിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. എന്താ ലക്ഷ്യം? ഈ ബഹുദൈവാരാധകരാക്കി ഈ മനുഷ്യനെ മാറ്റിയാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാൻ അവർക്ക് കഴിയും. അതിനാണ് മുഖത്തെഴുത്തും, അതിനാണ് തെൽക്കീനും, അതിനാണ് മൗലൂദും റാത്തീബും പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും ഒക്കെയായി നടക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് CM മടവൂർ ശൈഖിന്റെ പിന്നാലെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ബദരീങ്ങളോട് തേടുന്ന ശിർക്കാണ് എന്ന് ആയത്തുകളെയും ഹദീസുകളെയും അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുമ്പോൾ പിന്നെ ബദരീകളെ പറ്റി പറയുന്നില്ല. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ് ഇവർ നടത്തുന്നത് എന്ന് നമ്മൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ദഅവത്ത് നടത്തിയപ്പോൾ, ഇസ്ലാഹി പ്രസ്ഥാനം അതിശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ വിട്ടു. ഇപ്പൊ പുതിയ ആളെ പിടിച്ചു. അതാണ് CM മടവൂർ. സമീപകാലത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ശൈഖ് അവറുകൾ. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഖബറിനകത്ത് കിടന്നുകൊണ്ട് CM മടവൂരാണ്. വാനലോകത്തു കൂടി അതിവേഗതയിൽ പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് CM മടവൂരാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കള്ളക്കറാമത്ത് കഥകൾ പ്രചരിപ്പിക്കുകയാണ്. മടവൂർ കാഫില എന്നടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് സംഗതികൾ വരും. മടവൂർ കാഫില എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും. ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു സഹോദരൻ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഓരോ നാടുകളും കയറിയിറങ്ങുകയാണ്. ഈ ശൈഖ് മടവൂരിനെ കുറിച്ചുള്ള കഥകൾ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഞാനിപ്പോൾ UAE-യിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞു നടന്നു. ആ സഹോദരന്റെ ഭാര്യ പ്രസവിച്ച സമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല, മരണപ്പെട്ടു. രക്തസ്രാവം കാരണത്താൽ ആ സഹോദരി പരലോകത്തേക്ക് യാത്രയായി. സമീപകാലത്ത് ആരെയും അറിയിക്കാതെ ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവന്നു. പോലീസ് പിടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. CM മടവൂരിന് കഴിഞ്ഞില്ല. പക്ഷെ ആളുകൾ ചിന്തിക്കൂല, ആളുകൾ ആലോചിക്കുന്നില്ല. ഒരു ഭാഗത്ത് ശിർക്കിന്റെ ആളുകൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് തൗഹീദിന്റെ ആളുകൾ നിസ്സംഗത പാലിച്ചാൽ, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ആയത്തുകളെയും ഹദീസുകളെയും വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കാൻ മടി കാണിച്ചാൽ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഇതൊരു കാരണം ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, പരലോക മോക്ഷമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ശിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കറകളഞ്ഞ തൗഹീദുള്ള ആളുകളായി നമ്മൾ മാറുന്നതോടൊപ്പം തന്നെ ഈ ഒരു തൗഹീദി ആദർശം എന്തിനു വേണ്ടിയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്, അതേ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരും എത്തണമെന്ന ആഗ്രഹത്തോടെ ദഅവാ പ്രവർത്തനങ്ങളുമായി, പ്രബോധന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് തിരുത്താനും ഒരുപാട് മനുഷ്യരിലേക്ക് യഥാർത്ഥമായ ആശയത്തെ എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ ആളുകൾ ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്, ഒരുപാട് ഏറുകൊണ്ടവരാണ്, ഒരുപാട് പ്രയാസപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഈ ഒരു ദീപശിഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ദഅവ പ്രവർത്തനങ്ങളുമായി, പ്രബോധന പ്രവർത്തനങ്ങളുമായി ശക്തമായി ധീരമായി നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധുക്കളായ മനുഷ്യരുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. പ്രമാണങ്ങൾ എന്ത് എന്ന് കൃത്യമായി പ്രമാണങ്ങളുമായി അടുത്ത ബന്ധമില്ലാത്ത സാധുക്കളായ നിരപരാധികളായ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.